നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ആധാർ കാർഡ് പാൻ കാർഡ് ഉപയോഗിച്ചുകൊണ്ട് ലോൺ എടുക്കാനായിട്ട് സാധിക്കുന്ന 3 അടിപൊളി പുതിയ ആപ്ലിക്കേഷൻസ് ഞാൻ പറഞ്ഞുതരാം. റീസെൻ്റ്ലി ഇതിൻ്റെ ഫുൾ വീഡിയോ നമ്മുടെ ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിൽ പ്രത്യേകിച്ച് ഒരു ആപ്ലിക്കേഷനിലൊക്കെ ഒരുപാട് പേർക്ക് ലോൺ ലഭിച്ചിട്ടുണ്ടായിരുന്നു. ചിലതിൽ ഇൻട്രസ്റ്റ് കൂടുതലായിരിക്കും, ചിലതിൽ ടെന്യൂർ കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ അപ്ലൈ ചെയ്ത് അപ്രൂവ് ആയി കഴിഞ്ഞാൽ അതിൽ ടെന്യൂറും ഇൻട്രസ്റ്റ് കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് വായിച്ച് നോക്കി നിങ്ങൾക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ മാത്രം ലോൺ എടുക്കുക കേട്ടോ. നമ്മൾ ഇതിൻ്റെ റിവ്യൂ മാത്രമാണ് ചെയ്യുന്നത്. ഞാൻ എടുക്കുന്നത് കണ്ടോ മറ്റൊരാൾ എടുക്കുന്നത് കണ്ടോ നിങ്ങൾ എടുക്കാനായിട്ട് നിൽക്കരുത്. നിങ്ങൾക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ മാത്രം ലോൺ ആപ്ലിക്കേഷൻ്റെ അകത്ത് ലോൺ എടുക്കുക. തിരിച്ച് റീപേ ചെയ്യാൻ പറ്റില്ലെന്നുണ്ടെങ്കിൽ ഏജന്റ് വീട്ടിൽ വരാം, നിങ്ങളുടെ സിബിൽ ഇഷ്യൂസ് വരാം, പിന്നെ ഭാവിയിൽ ലോൺ കിട്ടാന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര പാടായിരിക്കും. സോ ഇപ്പോഴത്തെ സിറ്റുവേഷൻ വെച്ച് ലോൺ എടുത്താൽ എല്ലാം തീരുമെന്ന് വിചാരിച്ച് ലോൺ എടുക്കാനായിട്ട് നിൽക്കരുത്. നിങ്ങൾ തിരിച്ച് റീപേ ചെയ്യാൻ പറ്റുന്നവരാണെങ്കിൽ മാത്രം ലോൺ എടുക്കുക. അതേപോലെ തന്നെ ടെന്യൂർ, ഇൻട്രസ്റ്റ്, പ്രോസസിംഗ് ഫീസ് കാര്യങ്ങളൊക്കെ വായിച്ച് നോക്കി മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ലോൺ എടുക്കുക. സോ ഈ 3 ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ പ്രൊവൈഡ് ചെയ്തേക്കാം. താല്പര്യമുള്ളവർക്ക് അവിടെ പോയിട്ട് ഡയറക്റ്റ് അപ്ലൈ ചെയ്യണമെങ്കിൽ അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. സോ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നിങ്ങൾ EMI കാർഡ്, പേ ലെറ്റർ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്ന വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഈ പേ ലെറ്റർ അല്ലെങ്കിൽ EMI കാർഡ് ലിമിറ്റ് ഉണ്ടെങ്കിൽ ആ ലിമിറ്റ് നിങ്ങൾക്ക് ക്യാഷ് ആയിട്ട് കൺവേർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി. നമ്മൾ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യിപ്പിച്ചുകൊണ്ട് നിങ്ങൾക്ക് അത് ക്യാഷ് ആയിട്ട് കൺവേർട്ട് ചെയ്ത് നിങ്ങൾക്ക് EMI ഒക്കെ തിരിച്ച് റീപേ ചെയ്യുന്ന രീതിയിൽ ചെയ്തു തരാനായിട്ട് പറ്റും. സോ എൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് വാട്സപ്പിൽ മെസ്സേജ് അയക്കുക. ഏതാണ് പേ ലെറ്റർ അല്ലെങ്കിൽ ഏതാണ് EMI കാർഡ്, അതിൻ്റെ ലിമിറ്റ് എത്രയാണെന്ന് അയക്കുക. നമ്മൾ അതിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞു തരുന്നതായിരിക്കും. സോ ഫസ്റ്റ് ആപ്ലിക്കേഷൻ്റെ പേര് Credito24 എന്നാണ്. എനിക്ക് 6000 അപ്രൂവ് ആയ ആപ്ലിക്കേഷനാണ്. 5600 സംതിങ് അക്കൗണ്ടിട്ട് ക്രെഡിറ്റ് ആയി 6000 മാത്രം റീപേ ചെയ്താൽ മതിയായിരുന്നു. പക്ഷേ ഇതിൽ എനിക്ക് ടെന്യൂർ 1 വീക്ക് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. ചിലർക്ക് 1 മന്ത് 2 മന്ത് കിട്ടി, പക്ഷേ ഇൻട്രസ്റ്റ് കൂടുതലാണ്. എന്നാൽ പോലും വളരെ സിമ്പിളായിട്ട് വളരെ ഫാസ്റ്റായിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു ലോൺ ആപ്ലിക്കേഷനാണ്. ആപ്ലിക്കേഷൻ എന്ന് പറയാൻ പറ്റത്തില്ല, വെബ്സൈറ്റ് വഴിയാണ് ഇവർ ലോൺ പ്രൊവൈഡ് ചെയ്യുന്നത്. ഒരു 40,000 വരെയൊക്കെയുള്ള എമൗണ്ട് നമുക്ക് വളരെ ഈസി ആയിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷനാണ്. ഇവരുടെ കസ്റ്റമർ കെയറിൻ്റെ ഇമെയിൽ സൈഡിൽ കാണിച്ചു തരാം. എന്തെങ്കിലും രീതിയിലുള്ള ഇഷ്യൂസ് ഉണ്ടാവുകയാണെങ്കിൽ അവരെ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്താൽ മതി. ഇൻട്രസ്റ്റ് നമുക്ക് എല്ലാ ആപ്ലിക്കേഷനിലും ഒരു 3 അല്ലെങ്കിൽ 4% വരെ വരും. പ്രോസസിംഗ് ഫീസും ഉണ്ടാവും. ടെന്യൂർ നമുക്കൊരു 6 മന്ത് 7 മന്ത് ഒക്കെ വരെ വരത്തുള്ളൂ. പക്ഷേ ചെറിയ എമൗണ്ട് ഒക്കെ ആണെങ്കിൽ 1 or 2 മന്ത് കിട്ടത്തുള്ളൂ. ഇതാണ് ആപ്ലിക്കേഷൻ, ഫസ്റ്റ് ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. RBI രജിസ്റ്റേർഡ് NBFC വഴി തന്നെയാണ് ഇവർ ലോൺ പ്രൊവൈഡ് ചെയ്യുന്നത്. രണ്ടാമത്തെ ആപ്ലിക്കേഷൻ്റെ പേര് പോക്കറ്റ് മിത്ര എന്നാണ്. ഇത് നല്ലൊരു ആപ്ലിക്കേഷനാണ്. പക്ഷേ ഈ പറഞ്ഞ പോലെ തന്നെ ടെന്യൂറും ഇൻട്രസ്റ്റ് ഒക്കെ വളരെ ചെറുതാവാനേ ചാൻസ് ഉള്ളൂ. ഇൻട്രസ്റ്റ് കൂടുതലായിരിക്കും, ടെന്യൂർ വളരെ കുറവായിരിക്കും. ഇതിൻ്റെ ഫുൾ വീഡിയോ നമ്മുടെ ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ വെച്ചേക്കാം. നിങ്ങൾക്ക് ഡയറക്റ്റ് വേണമെങ്കിൽ കണ്ട് മനസ്സിലാക്കി അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. സോ ഇവരൊരു 20,000 രൂപയൊക്കെയാണ് ലോൺ പ്രൊവൈഡ് ചെയ്യുന്നത്. 1 ഇയർ ടെന്യൂർ പറയുന്നുണ്ട്, പക്ഷേ ഒരു 1 മന്തൊക്കെ മാക്സിമം കിട്ടാൻ ചാൻസ് ഉള്ളൂ ചെറിയ എമൗണ്ട് ആണെങ്കിൽ. അതേപോലെ തന്നെ ഇൻട്രസ്റ്റ് നമുക്ക് 3% വരെയൊക്കെ വരും. പ്രോസസിംഗ് ഫീസ് ഒരു 18% ആ റേഞ്ചിലൊക്കെ ചിലപ്പോൾ വരാൻ ചാൻസ് ആണ്. ഡിപ്പെൻസ് നിങ്ങളുടെ ലോൺ എമൗണ്ട് നിങ്ങളുടെ പ്രൊഫൈൽ അനുസരിച്ചിരിക്കും. ആധാർ കാർഡ് പാൻ കാർഡ് മാത്രം മതി. പിന്നെ ഈ ആപ്ലിക്കേഷൻ്റെ അകത്ത് 18 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്ക് എടുക്കാനായിട്ട് സാധിക്കും. സോ നിങ്ങളൊരു കോളേജ് സ്റ്റുഡൻ്റ് ഒക്കെ ആണെങ്കിൽ പോലും ഈ ആപ്ലിക്കേഷനകത്ത് നിങ്ങൾക്ക് ലോൺ എടുക്കാനായിട്ട് സാധിക്കും. ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് അപ്രൂവൽ ആദ്യം കിട്ടി, പിന്നെ അത് റിജക്റ്റ് ആയി പോവുകയാണ് ചെയ്തത്. നല്ലൊരു ആപ്ലിക്കേഷൻ തന്നെയാണ്. പക്ഷേ ഇതിന് പറഞ്ഞല്ലോ, ഈ 3 ആപ്ലിക്കേഷൻ്റെ ഇൻട്രസ്റ്റും ടെന്യൂറൊക്കെ ഭയങ്കര ടാസ്ക്കാണ്. നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് അടയ്ക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ മാത്രം എടുത്താൽ മതി. RBI രജിസ്റ്റേർഡ് NBFC വഴി തന്നെ ലോൺ പ്രൊവൈഡ് ചെയ്യുന്ന ആപ്ലിക്കേഷനാണിത്. മൂന്നാമത്തെ ആപ്ലിക്കേഷൻ്റെ പേര് ക്യാഷ്വിയ എന്ന് പറഞ്ഞ ആപ്ലിക്കേഷനാണ്. 25,000 രൂപ എനിക്ക് അപ്രൂവ് ആയ ഒരു ആപ്ലിക്കേഷനാണ്. 1 മന്ത് ടെന്യൂർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതാണ് ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത്. 30,000 എടുത്താലും 25,000 എടുത്താലും ഒരു മാസം കൊണ്ട് തിരിച്ച് റീപേ ചെയ്യേണ്ടി വരും. ഇൻട്രസ്റ്റ് നമുക്കൊരു 3,000 ഒക്കെ ആയിരുന്നു ഉണ്ടായിരുന്ന സമയത്ത്. അതായത് ഒരു 11,000 എടുത്തു കഴിഞ്ഞാൽ 15,000 ഒക്കെ തിരിച്ച് റീപേ ചെയ്യേണ്ട ഒരു ഗതികേടായിരുന്നു ആപ്ലിക്കേഷനിൽ ഉണ്ടായിരുന്നത്. ബട്ട് വളരെ ഫാസ്റ്റായിട്ട് അപ്രൂവ് ആവുന്ന ഒരു ആപ്ലിക്കേഷനാണ്. ജസ്റ്റ് നിങ്ങളുടെ ആധാർ കാർഡ് പാൻ കാർഡ് മാത്രം കൊടുത്താൽ മതി ആപ്ലിക്കേഷനകത്ത് ലോൺ കിട്ടാനായിട്ട്. നല്ലൊരു ആപ്ലിക്കേഷനാണ്. നിങ്ങൾക്ക് വിശ്വസിച്ച് ലോൺ എടുക്കാനായിട്ട് പറ്റും. RBI രജിസ്റ്റേർഡ് NBFC വഴി തന്നെ ലോൺ പ്രൊവൈഡ് ചെയ്യുന്ന ആപ്ലിക്കേഷനാണ്. ഇൻട്രസ്റ്റ് കുറച്ചായിരിക്കും ഉണ്ടാവത്തുള്ളൂ, പക്ഷേ ടെന്യൂർ അതേപോലെ തന്നെ ചെറുതായിരിക്കും. നിങ്ങൾ ചിലപ്പോൾ 15,000 20,000 ഒക്കെ 1 മന്ത് ടെന്യൂർ മാത്രമേ ഉണ്ടാവത്തുള്ളൂ. അതുകൊണ്ട് തന്നെ റീപേയ്മെൻറ്റ് പക്കയായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ മാത്രം എടുത്താൽ മതി. ഈ 3 ആപ്ലിക്കേഷൻ്റെ അകത്തും ഞാൻ പറഞ്ഞ പോലെ ടെന്യൂർ കുറവായിരിക്കും. ബട്ട് നിങ്ങൾക്ക് പെട്ടെന്ന് ആധാർ കാർഡ് പാൻ കാർഡ് ഉപയോഗിച്ചുകൊണ്ട് വളരെ ഫാസ്റ്റായിട്ട് അപ്രൂവ് ആവലും ഫാസ്റ്റായിട്ട് ഡിസ്ബേഴ്സും ചെയ്യാൻ പറ്റുന്ന 3 ആപ്ലിക്കേഷൻസ് ആണിത്. 3ൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. ഫുൾ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ വെച്ചേക്കാം. ഫുൾ വീഡിയോ കൊണ്ട് അപ്ലൈ ചെയ്യുക, അല്ലെങ്കിൽ ലിങ്ക് ക്ലിക്ക് ചെയ്ത് ഡയറക്റ്റ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് അടുത്ത ദിവസം വേറെ വീഡിയോയിലൂടെ കാണാം. ബൈ.